കോഴിക്കോട് കൊയിലാണ്ടി ടൗണിലെ മേൽപ്പാലത്തിനടിയിൽ തീപിടുത്തം. മാലിന്യക്കൂമ്പാരത്തിനാണ് തീപിടിച്ചത്. അഗ്നിരക്ഷാസേനയെത്തി തീ അണയ്ക്കുകയാണ്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? പ്രവിത, കോഴിക്കോട് കൊയിലാണ്ടി ടൗണിലുള്ള പാലത്തിനടിയിൽ അല്പം മുമ്പാണ് തീപിടുത്തം ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ടൗണിൽ തന്നെയുള്ള പാലത്തിനടിയിലാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം സൂക്ഷിക്കുന്നത് ഈ പാലത്തിനടിയിലാണ്. ഈ മാലിന്യം ഇവിടെ സൂക്ഷിച്ച ശേഷം ഇവിടെ നിന്നും വേർതിരിച്ചാണ് മറ്റിടങ്ങളിലേക്ക് സംസ്കരിക്കാനായി കൊണ്ടുപോകുന്നത്. ഈ മാലിന്യ കൂമ്പാരത്തിനാണ് തീ പിടിച്ചിട്ടുള്ളത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. തീ നിലവിൽ നിയന്ത്രണ വിധേയമായിട്ടില്ല. കൊയിലാണ്ടി ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റാണ് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഈ ആദ്യം പുക ഉയരുന്നത് കണ്ട 2 യുവാക്കൾ സംഭവം ഫയർഫോഴ്സിനെ അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ കൊയിലാണ്ടി ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തേക്ക് എത്തിയ ശേഷം തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിക്കുകയായിരുന്നു. ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. എന്താണെങ്കിലും തീ നിയന്ത്രണ വിധേയമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. പ്രവിത, ഈ പാലത്തിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? പ്രവിത, നിലവിൽ പാലത്തിനടിയിലാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഗതാഗത സംവിധാനത്തെ നിലവിൽ ഈ തീപിടുത്തം ബാധിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാധാരണ നിലയിൽ തന്നെയാണ് ഗതാഗതം മുന്നോട്ട് പോകുന്നത്. നിലവിൽ ഗതാഗതം നിയന്ത്രിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം അതിന് വലിയ രീതിയിലുള്ള തീപിടുത്തം ഇല്ല, സാധാരണ നിലയിലുള്ള തീപിടുത്തമാണ് ഉള്ളത്. അത് ഉടൻ തന്നെ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സിന്റെയും ഒപ്പം തന്നെ നാട്ടുകാരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവിത, കോഴിക്കോട് കൊയിലാണ്ടി ടൗണിലെ മേൽപ്പാലത്തിനടിയിലാണ് തീപിടുത്തമുണ്ടായത്. മാലിന്യ കൂമ്പാരത്തിനാണ് തീപിടിച്ചത്. അഗ്നിരക്ഷാസേന തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്.